ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. പ്രത്യേകിച്ച് വാലൻറ്റൈൻസ് ഡേ ഒക്കെ ഇന്നലെ കഴിഞ്ഞു. ഇന്ന് നല്ല ഒരു സൺഡേ ആണ്. എല്ലാവരും ആഘോഷത്തിമിർപ്പിലൊക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇത് പേത്രത്ത എന്നും കുത്തിനോ ഞായറാഴ്ച എന്നൊക്കെ പറയുന്ന ഒരു വിശേഷ ദിവസമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു കാനാവിലെ ഒരു കല്യാണ വീട്ടിൽ, അതായത് ഗലീലയിലുള്ള കാനാവിലെ ഒരു കല്യാണ വീട്ടിൽ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതിൻ്റെ അത്ഭുതത്തെ, അടയാളങ്ങളുടെ ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. അതിനെ സ്മരിക്കുന്ന ഒരു ദിവസമാണ് കൊത്തിന ഞായർ. നമ്മളിതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് ഈ അത്ഭുതത്തെക്കുറിച്ച് കാണുന്നത്. മറ്റുള്ള സുവിശേഷങ്ങൾ മൂന്നിലും എടുത്തു പറയാത്ത ഒരത്ഭുതമാണിത്. അതിന് കാരണം ഒരുപക്ഷെ യോഹന്നാൻ മാത്രമേ അന്നവിടെ പ്രസൻ്റ് ആയിരുന്നുള്ളൂ. ശിഷ്യന്മാരുടെ സുവിശേഷങ്ങൾ എഴുതിയ മറ്റ് ശിഷ്യന്മാർ, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, അവരൊന്നും അന്നവിടെ പ്രസൻ്റ് ആയിരുന്നില്ലായിരിക്കാം എന്ന് ഊഹിക്കുന്നു. യോഹന്നാൻ എന്തായാലും അവിടെ പ്രസൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇത് ഏകദേശം ഏതാണ്ട് ക്രിസ്തുവർഷം 27, അതായത് AD 27 സംഭവിച്ചു. അത് ഗലീലയിലെ കാനായിലാണ് സംഭവിച്ചതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ടേൺഡ് ദ വാട്ടർ ടു വൈൻ. യോഹന്നാൻ്റെ സുവിശേഷം 2:11 യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്നാണ്. അതായത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മിറാക്കിൾ വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ജോൺ ആസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഗ്ലോറി എന്ന് പറയാം. ജീസസ് ആസ് ദ വേർഡ് ഇൻ ദ ഫ്ലഷ്, ഹൂ ഈസ് ദ മൈറ്റി ക്രിയേറ്റർ. നമുക്കറിയാം, പ്രപഞ്ചത്തിൻ്റെ എല്ലാ സൃഷ്ടാവായ ദൈവം മനുഷ്യരൂപത്തിൽ, അതായത് വചനം ജഡമായി തീർന്നു, ക്രിസ്തുവിൽ കൂടി ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളും അവൻ്റെ കൺട്രോളിലാണെന്ന് നമുക്കറിയാം. എല്ലാ വർഷവും അഗ്രികൾച്ചറൽ, അതായത് കൃഷികളിൽ കൂടെയൊക്കെയും അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ കൂടെയൊക്കെ എല്ലാ വർഷവും ഇവിടെ വെള്ളം വൈനായി മാറുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ വളരെ പെട്ടെന്ന്, വളരെ സിംപ്ലി പ്രോസസ്സ് ഇമ്മീഡിയറ്റായിട്ട് യേശു ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അവൻ്റെ മഹത്വം വെളിപ്പെടുത്തിയത് കൊണ്ട് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ കൂടുതലായി വിശ്വസിച്ചു എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, അതായത് ഇസ്രായേലിലെ അവരുടെ ആചാരപ്രകാരം അവരുടെ കല്യാണം എന്ന് പറഞ്ഞ 7 ദിവസമുണ്ട്. അതിൽ ഈ വലിയ വിരുന്നോടുകൂടി വരൻ വധുവിന് അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് വീഞ്ഞ് വിരുന്ന്. അന്ന് വിരുന്ന് തീർന്നു പോയി. എന്നാൽ യേശുക്രിസ്തു അവർക്ക് 120 gallons ഓഫ് ഫൈൻ വൈൻ ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറയാം. അതായത് യഹൂദന്മാരുടെ കൽഭരണികളിൽ അവർ വാസ്തവത്തിൽ, അത് നമുക്കറിയാം, അവർ കാല് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം നിറച്ച് വെക്കുന്നതായ ആ ഭരണികളാണ്, കൽഭരണികൾ. അത് വെളിയിലാണ് ഇരിക്കുക. അപ്പം അതിലാണ് യേശുക്രിസ്തു വെള്ളം നിറയ്ക്കാൻ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന വേലക്കാർ കൽഭരണികളിൽ ഏതാണ്ട് 6 ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വെള്ളം നിറയ്ക്കുന്നു, അത് വീഞ്ഞായി മാറുന്നു. ശരിക്കും ആ വീടിനുള്ളിലുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റ് ആർക്കും തന്നെ ഈ വീഞ്ഞ് എവിടെ നിന്നാണ് കൊണ്ടുവന്നെന്നോ അല്ലേ അതൊന്നും മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള യഹൂദന്മാർ ആ ഭരണിയിൽ നിന്നാണ് ഈ വീഞ്ഞ് കൊണ്ടുവന്ന് പറഞ്ഞാൽ അങ്ങനെ കുടിക്കുകയില്ല. അത് അവരുടെ ഇത് പ്രകാരം വളരെ നിഷിദ്ധമാണ്. അത് അത്രയും അങ്ങനെയുള്ളൊരു പാത്രത്തിൽ യൂസ് ചെയ്യുന്നത്, പാത്രത്തിൽ നിന്നുള്ള വീഞ്ഞ് യൂസ് ചെയ്യുന്നത്.
എന്തായാലും ഇവിടെ നമ്മൾ പറയുന്നതായത് ഒരു മാനിഫെസ്റ്റേഷനാണ് ക്രൈസ്റ്റിൻ്റെ ഗ്ലോറി. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമിങ് മിനിസ്ട്രി ആയിട്ട് നമുക്കതിനെ പറയാം. അതായത് ട്രാൻസ്ഫോർമേഷനാണത്. യേശുക്രിസ്തു ആ പ്രവൃത്തിയിൽ കൂടി സന്തോഷമാണ് കൊണ്ടുവരുന്നത്, ബ്രിങ്സ് ജോയ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സോഡസ് പുറപ്പാട് പുസ്തകം 7:14 മുതൽ 24 വരെയുള്ള ഭാഗത്ത് മോശ വെള്ളം രക്തമാക്കി മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതായത് ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ മിനിസ്ട്രി ഓഫ് മോസസ് ഹു ടേൺഡ് വാട്ടർ ഇൻ ടു ബ്ലഡ് ആസ് എ സൈൻ ഓഫ് ഗോഡ്സ് ജഡ്ജ്മെൻറ്റ്. ദൈവത്തിൻ്റെ ശിക്ഷാവിധിയായിട്ട് ഫറവോനെ അവൻ്റെ ജനങ്ങളുടെ അവൻ്റെ സൈന്യമല്ല അവരുടെ ജനത്തിന്മേലുള്ള ഒരു ജഡ്ജ്മെൻറ്റായിട്ട്, ദൈവത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റായിട്ടാണ് അവിടെ വെള്ളം വന്നിട്ട് ബ്ലഡാക്കി മാറ്റിയത്. എന്നാൽ ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടത് സന്തോഷത്തിൻ്റെ, അതായത് വീഞ്ഞിൻ്റെ അനുഭവമാണ്. എടുത്തു പറയേണ്ടതായൊരു കാര്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഏതാണ്ട് ബൈബിളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന 35 മിറാക്കിൾസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഈ വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് മിറാക്കിൾ ഒരു പ്രൈവറ്റ് സംഭവമാണ്. ഒരു കുറച്ച് ഏതാനും ശിഷ്യന്മാർക്കും ഏതാനും ചെറിയ സർവൻസിനും യേശു പ്രോബബിളി ഒരു പക്ഷേ യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്കും മാത്രമായിരുന്നു ഈ മിറാക്കിളിനെ കുറിച്ച് അവിടെ സംഭവിച്ച കാര്യം മനസ്സിലായത്, അവർ കണ്ണിന് സാക്ഷികളായത്. മറ്റുള്ള ഗോസ്പലുകളിൽ എടുത്തു പറയാത്ത ഒരു സംഭവമാണെങ്കിലും വളരെ പ്രത്യേകതയുള്ളത്, അതായത് വെള്ളത്തെ, അതായത് നമ്മളുടെ പ്രകൃതിയെ തന്നെ, പ്രകൃതിയുടെ എല്ലാ രീതികളെയും അതിൻ്റെ സിദ്ധാന്തങ്ങളെയും മാറ്റിമറിക്കുന്ന രീതിയിലാണ് യേശു വെള്ളത്തെ വീഞ്ഞാക്കിയിട്ട് മാറ്റുന്നത്. അതായത് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നതായിട്ട് പറയുന്നില്ല. ശിഷ്യന്മാരോട്, അവിടെയുള്ള വേലക്കാരോട് അത് വിളമ്പാൻ മാത്രമേ പറയുന്നു, കോരി വിളമ്പുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു വാക്കിൽ കൂടെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, ആദിയിൽ നമുക്കറിയാം വെള്ളമാണ് നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നത്. അത് ദൈവത്തിൻ്റെ വചനം വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് ഭൂമിയും വെള്ളവും രണ്ടായി മാറുന്ന, അത് വേറെ വേറെ വന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. വെള്ളത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് മണമോ ഗുണമോ അല്ലെങ്കിൽ അതിന് ഒരു ഫോം, ഒരു ഷേപ്പോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ലിക്വിഡ് ഫോമിലുള്ള വെള്ളം. അത് ഏത് പാത്രത്തിൽ സൂക്ഷിക്കുന്നു ആ ഷേപ്പിലിരിക്കും, അല്ലെങ്കിൽ ഏത് സർഫേസിലാണ് വെള്ളം കിടക്കുന്നത് ആ കളർ അത് കാണിക്കുന്നത്. പ്രത്യേകിച്ച് പറയാൻ നമുക്കറിയാം, കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില കടലുകളിൽ നീലയായിട്ട് കാണാം, ചിലയിടത്ത് ബ്ലൂ വേറെ ഗ്രീനിഷായിട്ട് കാണാം. പല കളറിലാണ് നമ്മൾ സമുദ്രത്തിലെ വെള്ളത്തെ കാണുന്നത്. അതുപോലെ ആകാശത്തിൻ്റെ ആ ഒരു ഷെയ്ഡ് അടിക്കുമ്പോൾ അത് ആ കളറ് അത് റിഫ്ലക്റ്റ് ആകുന്നതായിട്ട് കാണും. പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കറിയാം ദൈവം നിമിഷ നേരം കൊണ്ട് എന്തിനേയും മാറ്റിമറിക്കാൻ പ്രാപ്തനാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് വിശ്വസിക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഒരു രൂപാന്തരം, ഇവിടെ നമ്മൾ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ, അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ വെള്ളത്തെ വീഞ്ഞാക്കി കഴിഞ്ഞപ്പോൾ വീഞ്ഞിന് എന്തെല്ലാം പ്രത്യേക മണമുണ്ട്, ഗുണമുണ്ട്, സ്പിരിറ്റ്, അതിന് നല്ല ഒരു പവറുണ്ട്, അതിൻ്റെ ആ വീര്യം അതെല്ലാം ഉള്ള ഒരു ക്വാളിറ്റിയുള്ള സംഭവമായി മാറുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടപ്പെട്ടവരായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമായിട്ട് നമ്മുടെ ഉള്ളിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങൾ വെളിയിലേക്ക് അത് ക്രിയകളായി മാറുകയാണ് ചെയ്യുന്നത്. വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെട്ടതുപോലെ നമ്മളുടെ വിശ്വാസം നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിച്ച് കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായി പുതിയ പ്രവർത്തനങ്ങൾ ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ജീവിക്കുവാനും നമ്മൾക്കൊരു പ്രത്യേകതയുണ്ടെന്ന് മറ്റുള്ളവർ നമ്മളെ കണ്ട് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ജീവിതത്തെ മാറ്റുവാനായിട്ടും സാധിക്കും. നമുക്കറിയാം ആദ്യ കാലത്ത് ക്രിസ്ത്യാനികൾ അന്ത്യോക്യയിൽ അവർക്കൊരു പ്രത്യേകതയുണ്ടെന്ന്, ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്.
എന്നാൽ ഇന്ന് നമ്മളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ടാണോ അതോ വെറും വീഞ്ഞ് കുടിച്ച് മത്തരായി നമ്മൾ ക്രിസ്തുവിൻ്റെ പേരെ ദൂഷിപ്പിക്കുന്നവരായിട്ടാണോ ജീവിക്കുന്നതെന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായിട്ടുള്ള വന്ദനം സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് നാളെ മുതൽ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾക്കൊക്കെ നാളെ മുതൽ നോയമ്പ് തുടങ്ങുകയാണ്. 50 ദിവസത്തെ നോയമ്പ് നമ്മൾ വളരെ അത് നോയമ്പ് നോക്കി ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതല്ല, നമ്മളെ തന്നെ നമ്മൾ സ്വയം ഒരു ക്ലെൻസിങ് പ്രോസസ്സ്, നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഒരു ഹീലിങ്ങും ക്ലെൻസിങ്ങും ഉള്ള രീതിയിൽ ഒരു സ്പിരിച്വലായിട്ട് നമ്മൾ ഗ്രോ ആകുവാനും നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മളുടെ ജീവിതത്തെ നമ്മൾ തന്നെ നമുക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പുതിയ ഒരു നോമ്പിൻ്റെ കാലം നമ്മൾക്കൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാം. ദൈവം അതിനെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ല സ്നേഹവന്ദനം. ബൈ ടു ഓൾ. ബൈ.